ഹായ്, എൻ്റെ പേര് രാമസ്വാമി. ഞാൻ LCCയുടെ ഡയറക്ടർ. 1992 ഞാൻ LCC തുടങ്ങാൻ പ്ലാനിട്ടത്. 1992 ജാനുവരി മാസം LCC കൊച്ചി പിറന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള എൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 34 വർഷം, അതായത് ഈ 3 ഡെക്കേഡ്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ എൻ്റെ ഒരു ഗ്രോത്ത് has been definitely a blessing from God Almighty and a teamwork with all my wonderful faculty and staff members. ഈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ബേസിക്കലി എനിക്ക് തുടങ്ങാനുള്ളൊരു പ്ലാൻ അന്ന് 1990 കാലഘട്ടത്തിൽ നമുക്ക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് തന്നെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ രൂപവും കമ്പ്യൂട്ടറിൻ്റെ രീതിയും സ്ട്രക്ചറും എല്ലാം തന്നെ ഇന്നത്തെ കാര്യം ഭയങ്കര വ്യത്യസ്തമായിരുന്നു. നമുക്കറിയാം, ടെക്നോളജി എന്ന് മാത്രമല്ല എല്ലാ കാലത്തിൻ്റെ ഓരോ കാലചക്രം കൊണ്ട് മാറി മറിഞ്ഞും വന്നിട്ടുണ്ട്. നമ്മൾ മ്യൂസിക്കിൻ്റെ ലോഗോ എടുക്കുകയാണെങ്കിൽ അന്നത്തെ ടേപ്പാണ് ഇന്നത്തെ നമ്മുടെ MP3 ഫയലായിട്ട് ഓടുന്നത്. അന്നൊരു ടേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാമെങ്കിലും പറ്റുമായിരുന്നു. ഇന്നൊരു MP3 മ്യൂസിക് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ, അല്ലെങ്കിൽ VCR അല്ലെങ്കിൽ ഒരു VCD അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലെയർ എന്ന് പറഞ്ഞൊരു സാധനം വളരെ ബൾക്കി ആയിട്ടും വളരെയധികം നമുക്ക് വലിയൊരു കാര്യമായിട്ടാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ ടെക്നോളജി അതല്ല. ഇന്നത്തെ ടെക്നോളജി നമുക്കെല്ലാം അറിയാം. നമ്മുടെ കൈവിരലിൽ, നമ്മുടെ മൊബൈലുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കാണാനോ എന്ത് വേണമെങ്കിലും കേൾക്കാനോ പറ്റും. ഈ ഒരു ടെക്നോളജി മെറ്റമോർഫിസം അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ട്രെയിനിങ് ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ളൊരു കാരണം. ഇത് നമുക്ക് മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവചിക്കാനോ ആരിനെ കൊണ്ടും സാധിക്കാനോ അല്ലെങ്കിൽ ആരിനെ കൊണ്ടും സാധിക്കുന്നൊരു കാര്യമല്ല. ആസ് ദി ഇൻഡസ്ട്രി ഫ്ലോസ്, ഈച്ച് ആൻഡ് എവ്രിതിങ് ഹാസ് ടു ചേഞ്ച്. ഇന്ന് പോലും നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതാണ് നമ്മളെ ഇനിയും റൂൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം തന്നെ നമ്മൾ കാണുവാണെങ്കിൽ ചൈനയിൽ ഏറ്റവും വലിയ ടൗണുകളിൽ ബീജിംഗ് അല്ലെങ്കിൽ ഷങ്കായ് ഒക്കെ പോവുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് വേണ്ടി റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഓരോ ചെറിയ സ്റ്റോൾസ് AI ഇട്ടിട്ട് നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സ്, തലവേദന, പനി, ഛർദി, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കൊക്കെ അത് AI ആണ് ബേസിക്കലി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. ഇതിൻ്റെ മെയിൻ റീസൺ പോപ്പുലേഷൻ. ചൈനയിലുള്ള പോപ്പുലേഷൻ അവരവർക്ക് അന്ന് നിത്യം ഡോക്ടേഴ്സിനെ കാണാൻ അവർക്ക് പറ്റാത്തൊരു പക്ഷം വരുമ്പോൾ AI നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ AI എല്ലാ ഫീൽഡിലും, ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിലും, പണ്ട് നമ്മൾ ആർക്കിടെക്ട്സിൻ്റെ ഫീൽഡ്, ഉദാഹരണം ബിൽഡിങ് ആർക്കിടെക്ട്സിൻ്റെ ഫീൽഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2D ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു വീട് വരച്ച് ആ വീട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണണമെങ്കിൽ ഒരു 30 വർഷം മുമ്പ് ഇത് സാധിക്കാത്തൊരു കാര്യമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ പ്ലാൻ വരയ്ക്കുന്നു, ആ പ്ലാനിൻ്റെ ഐസോമെട്രിക് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് വ്യൂ കാണുന്നു, അത് കണ്ട് ഒരു ആർക്കിടെക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് കണ്ട് നമ്മളൊരു വീട് പണിയുന്നു. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ എന്ത് സാധനം വേണോ ആ സാധനം ഫിനിഷ്ഡായിട്ട് എങ്ങനെ ഉണ്ടാവും പണിത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ 3D ഉണ്ട്, മായയുണ്ട്. ആ 3D മായനെ നമുക്കിപ്പോൾ AI വെച്ചിട്ട് നമുക്ക് തന്നെ 2Dയിൽ നിന്ന് 3D ആക്കി ഓട്ടോമാറ്റിക് എടുക്കാനുള്ള ടൂൾസ് പോലും വന്നു കഴിഞ്ഞു. ഈ ഒരു ചേഞ്ച് ഇൻ കമ്പ്യൂട്ടർ ഹാസ് ഹെൽപ്ഡ് us change the face of education also. So over the past 34 years, what we have learned is change is inevitable. If you need to learn, you have to keep learning. And learning is a never-ending process. And we are here to help you learn the latest in technologies. We assure you that we will cover the latest what is available in the industries. My dear friends, I invite you all to come and join LCC and enhance your career and see to it that you merge or become a part of this growing revolution. Thank you again. Thank you once and all.